രാത്രി ആയപ്പോഴത്തേക്കും ഒരു ഗുൽഫി കഴിക്കാനുള്ള ആഗ്രഹം അങ്ങോട്ട് കയറി. ആഗ്രഹം കയറിയാൽ വെച്ചോണ്ടിരിക്കരുതല്ലോ, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യം. അങ്ങനെ നമ്മൾ നേരെ ബൈക്കും എടുത്ത് ബേക്കറിയിലേക്ക് വിട്ടു. ബേക്കറി ചെന്നപ്പോൾ ടിഷ്യൂ ആയിരുന്നു. അവിടെ ഗുൽഫി എല്ലാം കഴിഞ്ഞു, ആകെ ചോക്കോബാർ മാത്രം. ഓക്കെ, നിർബന്ധമില്ല, ഉള്ളതായിക്കൊള്ളട്ടെ. അങ്ങനെ ചോക്കോബാർ വാങ്ങിച്ച് പേയ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും റോഡിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് മനുഷ്യരൊക്കെ ഉണ്ട്. വിജനതയിലേക്ക് അങ്ങ് കടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ചേർത്തല ബോട്ട് കെട്ടിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേ എന്തോ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്തു. എന്തായാലും മാറ്റം അവിടെ നിൽക്കട്ടെ, കയ്യിലുള്ള ചോക്കോബാർ മെൽറ്റായി പോകുന്നതിന് മുമ്പ് അകത്താക്കാം. അങ്ങനെ നമ്മൾ അവിടെ കയറി ബോട്ട് കെട്ടിയിൽ കയറിയിരുന്നു. നമ്മുടെ ചോക്കോബാർ കൊണ്ടുള്ള 2 പോസിനൊക്കെ ശേഷം ചോക്കോബാറും നുണഞ്ഞ് സൊറ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. നമ്മളിരുന്നപ്പോഴേ ഇവനും അവിടെ കൂട്ടിനെത്തി. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും കൂട്ടിനൊരാൾ വരാറുണ്ടായിരുന്നു. ഇവൻ പിന്നെ വലിയ കളിയൊന്നുമില്ല, അവിടെ സൈഡിനങ്ങ് കിടപ്പായിരുന്നു. അങ്ങനെ സൊറ പറഞ്ഞിരുന്നു. കൊതുകടി കൂടിയപ്പോൾ അവിടുന്ന് ഇറങ്ങാനുള്ള തീരുമാനമായി. റീൽസ് എടുക്കാത്ത, ഡാൻസ് കളിക്കാത്ത എൻ്റെ കെട്ടിയവൻ്റെ ഒരു കരിങ്കാലി എടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങാൻ നിന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മാറ്റം വീണ്ടും മറ്റൊന്നുമല്ല, ഇത്രയും നാളും ഈ ഒരു സ്ഥലം അന്ധകാരത്തിൽ കിടക്കുമായിരുന്നു. അതിലൊരു ശാപമോക്ഷം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. നല്ലത് കണ്ടാൽ പറയണമെന്നാണല്ലോ, പാർട്ടി നോക്കാണ്ട് നല്ലത് പറയാം.